നമസ്കാരം. അതിരാവിലെ അഥവാ ബ്രാഹ്മമുഹൂർത്തത്തിനും ത്രിസന്ധിക്കും വളരെ വലിയ പ്രാധാന്യം തന്നെയുണ്ട്. സനാതനധർമ്മത്തിൽ ഈ സമയങ്ങൾക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു എന്നതാണ് വാസ്തവം. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപും സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപത്തെ ഈ സമയത്തിനും വളരെ വലിയ പ്രാധാന്യം തന്നെയാണ് ഉള്ളത്. ഈ സമയം ദൈവിക ശക്തികളുടെ സാന്നിധ്യം ഭൂമിയിൽ വളരെയധികം വർദ്ധിക്കുന്നു എന്നാണ് പരാമർശിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ സമയം ദൈവിക ശക്തികൾ ചില കാര്യങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നതുമാകുന്നു. ഇത്തരത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്ന വീടുകളിൽ ചില മാറ്റങ്ങൾ, അത് അനുകൂലമായ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നതിന് മുൻപ് ത്രിസന്ധിക്ക് വിളക്ക് തെളിയിക്കുമ്പോൾ ചില സൂചനകൾ ലഭിക്കുന്നതാകുന്നു. ഈ സൂചനകൾ ലഭിച്ചാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നിങ്ങൾ നടത്തുക. ഈ സൂചനകളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. ഇതിൽ ഒരു ലക്ഷണമെങ്കിലും കണ്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കുക. ആദ്യത്തേതായ ലക്ഷണം പല്ലിയുമായി ബന്ധപ്പെട്ടാകുന്നു. പല്ലി വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ നിങ്ങൾ കാണുകയാണ് എങ്കിൽ പല്ലിയുടെ സാന്നിധ്യം ആ സമയമുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. പല്ലി പ്രത്യേകിച്ചും ഈ സമയം ചിലയ്ക്കുന്നത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കുന്നു. ആ വീടുകളിൽ ഈശ്വരാനുഗ്രഹം, ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്നുകൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തന്നെ ആ വീടുകളിൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. മഹാഭാഗ്യം തന്നെ ആ വീടുകളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. അതിനാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് ഇത്. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുന്നത് സുഗന്ധമാകുന്നു. പലപ്പോഴും വീടുകളിൽ സുഗന്ധം പരക്കുന്നതാണ്. വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ പ്രത്യേകിച്ചും ഇപ്രകാരം സുഗന്ധം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ, അത് പ്രത്യേകിച്ചും കളഭസുഗന്ധമാണ് എങ്കിൽ അത് അതീവ ശുഭകരമാകുന്നു. ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ വന്നു ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ആ വീടുകളിൽ ഈശ്വരാധീനമുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ശരീരത്തിൽ ചൂട് വർദ്ധിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുമ്പോൾ മന്ത്രങ്ങൾ ജപിക്കുന്നതായ അവസരത്തിൽ, ഈശ്വരചിന്ത മനസ്സിൽ വരുന്നതായ അവസരത്തിൽ ശരീരത്തിൽ ചൂട് വർദ്ധിക്കുന്നു എങ്കിൽ, നെറ്റിയിൽ പ്രത്യേകിച്ചും ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ഈശ്വരാനുഗ്രഹത്താലാണ്, ഈശ്വര കടാക്ഷത്താലാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ശരീരത്തിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുന്നതിന്റെ ലക്ഷണമായും ആ വീടുകളിൽ ഈശ്വരാധീനം നാൾക്കുനാൾ വർദ്ധിക്കുന്നതിന്റെ സൂചനയായും കണക്കാക്കാവുന്നതുമാണ്. മറ്റൊന്ന് മനസമാധാനമാകുന്നു. പെട്ടെന്ന് തന്നെ മനസമാധാനം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതാകുന്നു. സന്തോഷം വളരെയധികം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം വന്നു ചേരാൻ പോകുന്നതിന്റെ സൂചന, അത് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം വന്നു ചേരാൻ പോകുന്നതിന്റെ വ്യക്തമായ സൂചന തന്നെയാകുന്നു. പെട്ടെന്ന് തന്നെ ജീവിതത്തിലേക്ക് മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെ അർത്ഥമാക്കാം. പണവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആരെങ്കിലും നിങ്ങൾക്ക് പണം നൽകാനുണ്ട് എങ്കിൽ ആ പണം നിങ്ങൾക്ക് ത്രിസന്ധ്യ നേരത്ത് നൽകുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ത്രിസന്ധ്യ നേരത്ത് ആരെങ്കിലും നിങ്ങൾക്ക് പണം കൈമാറുകയാണ് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു. കൈ നിറയെ പണം വന്നു ചേരാൻ പോകുന്നതിന്റെ ലക്ഷണമായി തന്നെ കണക്കാക്കാം. അപ്രതീക്ഷിതമായി സംഭവിച്ചാലാണ് ഈ ഫലങ്ങൾ വന്നു ചേരുക എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. ശുഭ വാർത്തകൾ, ചെറുതും വലുതുമായ പല തരത്തിലുള്ള വാർത്തകൾ നാം കേൾക്കുന്നവരാകുന്നു. എന്നാൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം പകരുന്നതായ ശുഭകരമായ ചില വാർത്തകൾ
നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം വന്ന് ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം. അതിനാൽ ശുഭവാർത്തകൾ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എങ്കിൽ അത് ഈശ്വര കടാക്ഷത്താലാണ്, അല്ലെങ്കിൽ ഈശ്വര കടാക്ഷത്താൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന കാര്യമാണ് അർത്ഥമാക്കേണ്ടത്. അതിനാൽ ത്രിസന്ധ്യ നേരത്ത് ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നോക്കുക. നാമം ജപിക്കുമ്പോൾ ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ച് വരുന്നു. അത് ത്രിസന്ധ്യ നേരത്ത് മാത്രമാകണം എന്നില്ല, മറ്റ് സമയങ്ങളിൽ വരികയാണ് എങ്കിലും ഇതേ ഫലം തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ നിങ്ങൾ പ്രാഥമികമായും ചെയ്യേണ്ടത് അവരെ സഹായിക്കുക എന്ന കാര്യമാകുന്നു. മധുരവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. പായസം അല്ലെങ്കിൽ മറ്റ് മധുരങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഈ സമയം വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതായ അഥവാ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. ഇത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം. അതിനാൽ അതീവ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. ചെറുകിളികൾ ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്നതാകുന്നു. കാരണം ചെറുകിളികൾ സന്ധ്യാസമയത്ത് വിളക്ക് തെളിയിക്കുന്നതായ സമയത്ത് ശബ്ദമുണ്ടാക്കുന്നു എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ്. ഉപ്പൻ ഈ സമയം ശബ്ദമുണ്ടാക്കുകയോ അല്ലെങ്കിൽ ഉപ്പനെ കാണുകയോ ചെയ്യുന്നതും ഈ പരാമർശിച്ച ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. പെട്ടെന്ന് തന്നെ വലിയ ഒരു മാറ്റം, ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ ഒരു മാറ്റം വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. മറ്റൊന്ന് അണ്ണാനാകുന്നു. അണ്ണാനെ വീടുകളിൽ കാണുന്നത് പോലും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിൻ്റെ മുന്നോടിയായാണ് എന്ന് കണക്കാക്കാം. എന്നാൽ പ്രധാന വാതിലിന് നേരെയായി അണ്ണാൻ ത്രിസന്ധ്യ നേരത്ത് വരുന്നു എങ്കിൽ അത് ഭാഗ്യത്തിന്റെ വാതിൽ തുറക്കുന്നതിൻ്റെ സൂചന തന്നെയാകുന്നു. മഹാഭാഗ്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുവാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ, നല്ല കാലം വന്നു ചേരാൻ പോകുന്നതിൻ്റെ മുന്നോടിയാണ് എന്ന കാര്യവും പ്രത്യേകമായി ഓർക്കേണ്ടതായിട്ടുണ്ട്. നഷ്ടപ്പെട്ടതായ വസ്തുക്കൾ പലപ്പോഴും തിരികെ ലഭിക്കണം എന്ന് ആഗ്രഹിക്കുകയും പലപ്പോഴും അത് സാധിക്കാതെ വരികയും ചെയ്യുന്നതാകുന്നു. എന്നാൽ നഷ്ടപ്പെട്ടു പോയതായ വസ്തു നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നു എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഒരു ലക്ഷണം തന്നെയാകുന്നു. ലക്ഷ്മി സാന്നിധ്യം ആ വീടുകളിൽ വന്നു ചേരാൻ പോകുന്നു. ലക്ഷ്മി സാന്നിധ്യത്താൽ ആ വീടുകളിൽ സൗഭാഗ്യങ്ങൾ ലഭിക്കാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കുവാൻ സാധിക്കും. അലക്ഷ്മി ദേവി പടിയിറങ്ങാൻ പോകുന്നു എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതിനാൽ തീർച്ചയായും ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് മുന്നോടിയാകുന്നു. ശാന്തിയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നു അഥവാ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ലക്ഷണം തന്നെയാകുന്നു. പ്രത്യേകിച്ചും അനാവശ്യമായ ശബ്ദങ്ങൾ, കലഹങ്ങൾ വീടുകളിൽ ഇല്ലാതിരിക്കുകയാണ് എങ്കിൽ അത് ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങൾക്ക് അഥവാ അനുകൂലമായ കാര്യങ്ങൾക്ക് മുന്നോടിയാണ് എന്ന കാര്യം ഓർക്കുക. പ്രധാനമായും ആ കുടുംബത്തിൽ ഉയർച്ച, സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നതിന് മുൻപായി തന്നെ ആ വ്യക്തികൾക്ക് ശാന്തിയും സമാധാനവും ലഭിക്കും. മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം കടന്നു വരും. മനസ്സിലുള്ള ആ ദുഃഖങ്ങൾ നിങ്ങൾ അറിയാതെയാണ് എങ്കിലും മറന്നു പോകും. അത് തരണം ചെയ്യുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. ഇത്തരത്തിൽ സംഭവിക്കുന്നത് ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വിശേഷപ്പെട്ടതായ കാര്യങ്ങൾക്ക് മുന്നോടിയാകുന്നു. ഈശ്വരൻ നൽകുന്നതായ ശുഭലക്ഷണങ്ങൾ തന്നെയാണ് ഇവ. കണ്ടിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുകയും ചെയ്യുക. കുടുംബാംഗങ്ങളുടെ ഏവരുടെയും പേരിൽ നടത്തുക. കൂടാതെ ആ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതായ അവസരത്തിൽ തലയ്ക്കൊഴിഞ്ഞ് നാണയം നിങ്ങൾ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാകുന്നു. കുടുംബാംഗങ്ങളുടെ ഏവരുടെയും തലയ്ക്കൊഴിഞ്ഞ് നാണയം കൂടി സമർപ്പിക്കുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും.